നമസ്തേ. 30/3/2025 ഞായറാഴ്ചത്തെ ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. എൻ്റെ നക്ഷത്ര ഫലങ്ങൾ തുടർച്ചയായി ലഭിക്കണം എന്നുള്ളവർ ഇതിലെന്തെങ്കിലും ഒരു കമൻറ്റോ സ്റ്റിക്കറോ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ എൻ്റെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയാൻ നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതിനകത്ത് കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറാണ്, അതിലേക്ക് മെസ്സേജ് ചെയ്യുക. ശനിയുടെ മാറ്റം കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കും. പൊതുവേ ഉള്ള ഫലങ്ങൾ ഞാൻ 2025 ശനിമാറ്റം എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ ദിവസങ്ങളുടെ നക്ഷത്രഫലം പറയുമ്പോൾ അതൊക്കെ കണക്കൂട്ടിക്കൊണ്ടാണ് പറയുന്നത്. ചിലതിന് ദോഷവും ചിലതിന് ഗുണവും ഒക്കെ കയറി വരുന്ന സമയങ്ങളൊരു മാറ്റം വരുന്നുണ്ട്. ചില രാശിക്കാർക്കൊക്കെ മാറ്റം വരും. അതൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഫലനിരൂപണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫലത്തിലേക്ക് വരാം. ഇടവം, തുലാം, മകരം രാശിക്കാർക്ക് ശുഭകരവും, മേടം, കർക്കിടകം, ചിങ്ങം, വൃശ്ചികം രാശിക്കാർക്ക് ദോഷവും, മിഥുനം, കന്നി, ധനു, കുംഭം, മീനം രാശിക്കാർക്ക് കഠിന ദോഷവുമാണ്. ഇന്ന് സമ്മിശ്ര ദോഷഫലം ഇല്ല, അതിന് പറ്റുന്ന ഒരു രാശിയില്ല. അതുകൊണ്ട് ദോഷവും കഠിനദോഷവും ശുഭവും മാത്രമായിട്ട് നിർത്തി. നമുക്ക് മേടൻ രാശിക്ക് ദോഷമായിട്ട് വന്നിട്ടുണ്ട്. ശനിയുടെ മാറ്റമൊക്കെ മേടൻ രാശിക്ക് അനുകൂലമല്ലാതെ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് മേടൻ രാശിക്ക് പൊതുവെ ഇനി ദോഷം ആണ്. അപ്പോൾ അതുകൊണ്ട് മേടൻ രാശിക്കാരെക്കുറിച്ച് ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടുന്ന ഒരു സമയത്തെ പോലെ തന്നെ മനസ്സും ബുദ്ധിയും അത്ര അനുകൂലമല്ലാത്ത സമയമാണ്. ആസ്തമ പോലുള്ള അസുഖമുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. പ്രതിരോധ ശക്തി വളരെ കുറവ് അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. എല്ലാ കാര്യത്തിനും ഒരു സംശയവും ഒന്നും ചെയ്തു തീർക്കാനുള്ള ഒരു മനസ്സില്ലാതെ വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തൊഴിൽ രംഗത്തൊക്കെ ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമാകും. ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ഒരു പരിധി വരെ കുറഞ്ഞിരിക്കും. കടബാധ്യത ചെറുതായിട്ട് വരാനുള്ളൊരു സാധ്യത കാണുന്ന ഒരു ദിവസമാണ്. മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും മേടൻ രാശിക്കാർക്ക് അനുകൂലമല്ല. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ധനപരമായ കാര്യങ്ങൾ പൊതുവെ അനുകൂലമായിരിക്കുമെങ്കിലും വലിയ അനുകൂലാവസ്ഥ പ്രതീക്ഷിക്കേണ്ട. ചില തടസ്സങ്ങളൊക്കെ ധനപരമായ കാര്യങ്ങളിൽ വന്നിട്ടാണ് ആ ധനപരമായ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ജീവിത പങ്കാളിയുടെയും മക്കളുടെയും ഒക്കെ ഒരു പിൻബലം, കുടുംബത്തിൻ്റെ ഒരു പിൻബലം എല്ലാ രംഗത്തും കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ തൊഴിൽ മേഖലയിൽ കുറച്ച് മേന്മ കുറയുന്ന ഒരു സമയമാണ്. കാരണം എല്ലാ കാര്യങ്ങളിലൊക്കെ 12ലേക്ക് വരുന്ന ഒരു സമയമാണ്. തൊഴിൽ മേഖലയിൽ മേന്മ കുറയും, നഷ്ടങ്ങളുണ്ടാവും. ഇങ്ങനെയൊക്കെ വരുന്ന ഒരു സമയമാണ്. ഒരു 2.5 വർഷക്കാലത്തേക്ക് തൊഴിൽ മേഖല അല്പം മോശമാണെന്നൊക്കെ പറഞ്ഞ് വരേണ്ടതായിട്ട് വരും. എങ്കിലും ചില ഗ്രഹങ്ങളുടെ മാറ്റമനുസരിച്ച് ഗുണപരമാകുകയും ചെയ്യും. ഇപ്പോൾ രാശി അനുസരിച്ച് തൊഴിൽ മേഖലയിൽ ഒരുപാട് നഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത മേടൻ രാശിക്കാർക്കുണ്ട്. മേടൻ രാശിക്കാർ അവരുടെ ജാതകം ഒന്ന് പരിശോധിപ്പിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ജാതകത്തിലും കൂടെ ഉണ്ടെങ്കിൽ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഈ ശനിമാറ്റമൊക്കെ എങ്ങനെ ബാധിക്കുന്നു എന്നറിയാനായിട്ട് അവരുടെ ജാതകം പരിശോധിപ്പിക്കുന്നത് നല്ലതാണ്. അതുമാത്രമല്ല, മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ മാറ്റങ്ങൾ വലിയ താമസമില്ലാതെ വരാൻ പോവുകയാണ്. അപ്പോൾ വ്യാഴത്തിൻ്റേതാണെങ്കിലും രാഹുകേതുക്കളുടേതാണെങ്കിലും ഒക്കെ ഈ മെയ് മാസത്തോടു കൂടി അതൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ജാതകം ഒന്ന് പരിശോധിപ്പിച്ച് പരിഹാര കർമ്മങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ യഥാശക്തി ചെയ്യേണ്ടതാണ്. മേടക്കൂറുകാർ പൊതുവെ അനുകൂലമല്ലാത്ത അവസ്ഥയിലേക്ക് ശനി മാറുന്ന ഒരു ഇതായതുകൊണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി മേടം എന്ന് പറഞ്ഞാൽ അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗമാണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അത് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോവുക. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി ഭാഗം ഇടവൻ രാശി.
ഇടവൻ രാശിക്ക് ശുഭകരമായ ഒരു ദിവസമായിരിക്കും. പൊതുവെ ഒരു ആത്മവിശ്വാസമൊക്കെ എല്ലാ കാര്യത്തിലും ഇടവൻ രാശിക്ക് അനുഭവപ്പെടും. അലസതയൊക്കെ മാറി പൊതുവെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഊർജ്ജസ്വലത ഇടവം രാശിക്കാർക്ക് ഉണ്ടാകും. അതേപോലെ മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃപിതൃസ്ഥാനീയരൊക്കെ പൊതുവെ ഇടവം രാശിക്കാർക്ക് അനുകൂലമായിരിക്കും. എങ്കിലും ചെറിയ കടബാധ്യത വരാനുള്ളൊരു സാധ്യത നമ്മൾ ശ്രദ്ധിക്കണം, അതുണ്ടാകാൻ സാധ്യതയുണ്ട്. ധനപരമായി അത്ര മേന്മയുള്ള ദിവസമൊന്നും ആയിരിക്കില്ല. എങ്കിലും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ്. സാമ്പത്തികമായ ചില നഷ്ടങ്ങളെയൊക്കെ കരുതുക. ജീവിത പങ്കാളി അനുകൂലമാണെങ്കിലും മക്കൾ സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. തൊഴിൽ മേഖലയിൽ ചില നേട്ടങ്ങളൊക്കെ ഇനി ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടാകും. ചെറിയ നേട്ടങ്ങളൊക്കെ പ്രതിഫലിക്കും, ചെറിയ തോതിൽ മാത്രം. പക്ഷേ ദൈവാധീനം അങ്ങോട്ട് അനുകൂലമാകാത്തതായതുകൊണ്ട് പൂർണ്ണമായ ഒരു ശുഭഫലം ഇപ്പോൾ ആകില്ല. എങ്കിലും പൊതുവെ ഇടവൻ രാശിക്കാർക്ക് ശുഭഫലം എന്ന് പറയാവുന്ന അവസ്ഥയാണ് ഇന്ന് ഈ ദിവസം. ഇനി മിഥുനം രാശി. മിഥുനം രാശിക്ക് ശനിയുടെ മാറ്റം അനുകൂലമല്ല കേട്ടോ ഈ ദിവസഫലം പറയണമെങ്കിലും. അപ്പോൾ അവർക്ക് തൊഴിൽ മേഖലയിൽ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം. അവരുടെ ജാതകം അങ്ങനെയാണെങ്കിൽ അനുകൂലമല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ കൂടുന്ന ദിവസങ്ങളായിരിക്കും ഇനിയുള്ളത്. അപ്പോൾ ഫലം പറയുമ്പോൾ അതനുസരിച്ച് പറയേണ്ടി വരും. മിഥുനം രാശി എന്ന് പറയുന്നത് മകീര അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗമാണ്. മിഥുനം രാശിക്കാർക്ക് ശനിമാറ്റം ഒട്ടും അനുകൂലമല്ല, ദോഷകരമായ ഒരു അവസ്ഥയാണ് ഉണ്ടാകുക. അപ്പോൾ ഇന്നത്തെ ഫലം, നമ്മൾ ഈ ദിവസത്തെ ഫലം 30/3/2025 ഫലം നോക്കുമ്പോൾ അനുകൂലമല്ല. ശരീരത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മനസ്സും പൊതുവെ അനുകൂലമായിരിക്കും. ശരീരവും മനസ്സും പൊതുവെ അനുകൂലമാണ്. അതേപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. വാക്കുകൾ ഒരു പരിധിവരെ അനുകൂലമായിട്ടൊക്കെ കഴിയും. എങ്കിലും തൊഴിൽ മേഖലയിൽ വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാകുന്നൊരു സ്ഥിതി ഉണ്ടാവും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം മിഥുനം രാശിക്കാർക്ക് കാര്യമായിട്ടുണ്ടാവും. അതേപോലെ ധനപരമായ നഷ്ടങ്ങളുണ്ടാകും. ജീവിത പങ്കാളി മക്കൾ ഇതൊന്നും അനുകൂലമല്ലാതെ വരും. കുടുംബത്തിൽ ഒരു സ്വസ്ഥത പൊതുവെ കുറയുന്ന ദിവസമാണ്. അതേപോലെ തൊഴിൽ രംഗത്ത് ചില നഷ്ടങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകും. ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ചന്ദ്രാൽ കർമ്മഭാവത്ത് ശനി സഞ്ചരിക്കുന്ന സമയം, കണ്ടക ശനി എന്നൊക്കെ പറയും. തൊഴിൽ മേഖലയിലാണ് ഈ ശനി കൂടുതൽ ദോഷം സംഭവിക്കുക എന്ന് മനസ്സിലാക്കിയിട്ട് ജാതകമൊക്കെ പരിശോധിച്ച് തൊഴിൽ മേഖല എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിച്ച് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചുള്ള പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് മിഥുനം രാശിക്കാർക്ക് പൊതുവേ നല്ലതായിരിക്കും. പൊതുവെ പറഞ്ഞാൽ മിഥുനം രാശിക്കാർക്ക് കഠിനദോഷമുള്ള ദിവസമായിരിക്കും. നാമജപമൊക്കെ നടത്തിയിട്ട് അവരുടെ കർമ്മ മേഖലയിലേക്ക് ഇറങ്ങാനായിട്ട് മിഥുനം രാശിക്കാർ ശ്രദ്ധിക്കണം. കർക്കിടകം രാശിക്കാർക്ക് ദോഷകരമായ ദിവസമാണ്. മനസ്സും അതേപോലെ ശരീരവും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല. ആരോഗ്യത്തിൽ മേന്മയുണ്ടാവില്ല. ഉദര സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരാത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും. നേത്രരോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. അതേപോലെ ആസ്തമ, മാനസിക അസ്വസ്ഥതയൊക്കെയുള്ള കർക്കിടകക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ അലർജി സംബന്ധമായ അസുഖമുള്ളവർ ശ്രദ്ധിക്കണം. അഭിപ്രായ സ്ഥിരതക്കുറവ്, എല്ലാ കാര്യത്തിലും ഉറച്ച അഭിപ്രായത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു ദിവസമായിരിക്കും അത്. അതേപോലെ വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമൊന്നുമല്ല. സുഹൃത്തുക്കളും ബന്ധുക്കളും അത്ര അനുകൂലമല്ല. വാക്കുകൾ വളരെയധികം ശ്രദ്ധിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ജീവിത പങ്കാളി അനുകൂലമാണ്. മക്കളിൽ നിന്ന് പൊതുവെ അനുകൂലമായ അവസ്ഥയുണ്ടാവും. ചെറിയ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും, അങ്ങനെ പറയേണ്ടി വരാം. സാമ്പത്തിക കാര്യങ്ങളൊക്കെ നേട്ടമുണ്ടാകുന്നല്ല, സാമ്പത്തിക കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. തൊഴിൽ മേഖലയിൽ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. കർക്കിടകക്കൂറുകാരായ തൊഴിലാളികൾക്കും അനുകൂലമായ അവസ്ഥയല്ല. കർക്കിടകക്കൂറുകാർക്ക് തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ഒരു ഭാഗ്യക്കുറവ്
എല്ലാ കാര്യത്തിലും അനുഭവപ്പെടുന്ന ഒരു സമയം കൂടെയാണ്. അപ്പോൾ നിങ്ങളുടെ ജാതകം അനുസരിച്ച് ശനിമാറ്റം എങ്ങനെ ബാധിക്കും എന്നതിനെക്കുറിച്ച് ഒന്നും കൂടെ മനസ്സിലാക്കിയിട്ട് വേണ്ട എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ കർക്കിടകക്കൂറുകാർ ചെയ്യുന്നത് നല്ലതാണ്. കാരണം പൊതുവെ ഈ ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. തൊഴിൽ മേഖലയിൽ ചില തടസ്സങ്ങളും അനുഭവപ്പെടാനുള്ള സാധ്യത ഈ ദിവസമുണ്ട്. പൊതുവെ കുറച്ച് നാളത്തേക്ക് അങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് അങ്ങനെ പറയുന്നത്. അതുപോലെ ശരിക്കും നാമം ജപിക്കുക, ഈശ്വരാരാധന നടത്തുകയൊക്കെ ചെയ്യുക. പൊതുവെ ദോഷകരമാണ് ഈ ദിവസം. ചിങ്ങം, മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങം. ചിങ്ങത്തിന് ദോഷകരമായ ദിവസം തന്നെയാണ്. മനസ്സും ശരീരവും ഒന്നും ചിങ്ങൻ രാശിക്കാർക്ക് അനുകൂലമല്ല. ഈ പൊള്ളലൊക്കെ ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ഭക്ഷണമൊക്കെ ആവശ്യത്തിന് മാത്രം കഴിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഉദര സംബന്ധമായ അസുഖങ്ങൾ, ദഹനക്കുറവ് മൂലമുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നതിനുള്ളൊരു സാധ്യത നിലവിലുണ്ട്. പിത്ത സംബന്ധമായ അസുഖമുള്ള ചിങ്ങൻ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ മാനസിക അസ്വസ്ഥത അനുഭവപ്പെടുന്നവർ, അതിനൊക്കെ ചികിത്സയൊക്കെ എടുത്തിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അവരൊക്കെ മനസ്സ് അസ്വസ്ഥമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും. ശത്രുദോഷം പൊതുവെ കുറയുന്ന ഒരു സമയമാണ്. എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. ധനപരമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് തടസ്സങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. വിചാരിച്ചതുപോലെ ധനപരമായ കാര്യങ്ങൾ നടക്കില്ല. എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒരു പരിധിവരെ അനുകൂലമൊക്കെ ആയിരിക്കും. മക്കളിൽ നിന്ന് കുറച്ച് മാനസികമായ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ കുറച്ച് പ്രയാസങ്ങളൊക്കെ ചിങ്ങൻ രാശിക്കാർക്ക് ഉണ്ടാകും. ആരോഗ്യ കാര്യങ്ങളും അനുകൂലമല്ല. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിമാറ്റം അത്ര മേന്മയുള്ളതല്ല. അഷ്ടമത്തിലെ ശനിയാണ്. ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ശനിയാണ്. അപ്പോൾ ജാതകത്തിൽ ശനി അനുകൂല സ്ഥാനത്ത് അല്ലെങ്കിൽ കുറച്ച് ദോഷം കൂടുതലായിട്ടൊക്കെ ചിങ്ങൻ രാശിക്കാർ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ജാതകം പരിശോധിപ്പിച്ചിട്ട് എന്തെങ്കിലും പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ചിങ്ങൻ രാശിക്കാർ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. എന്തായാലും ചിങ്ങൻ രാശിക്കാർ അവരുടെ കർമ്മ മേഖലയിലേക്ക് പ്രവർത്തിക്കുന്നതിന് മുമ്പ് നന്നായി ഈശ്വരാരാധന നടത്തുവാനും നാമം ജപിക്കുവാനും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തൊഴിൽ രംഗത്ത് വളരെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനും ചിങ്ങൻ രാശിക്കാർ വളരെയധികം ഇനി ശ്രദ്ധിക്കുക. ഈ ശനിമാറ്റമൊക്കെ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ട വ്യഗ്രത ഉണ്ടാക്കുന്ന ഒരു മാറ്റമാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യഗ്രത ഒക്കെ വരാതിരിക്കാനും അങ്ങനെയുള്ള സുഹൃബന്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുമൊക്കെ ചിങ്ങൻ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ദിവസം അനുകൂലമല്ല. മദ്യമൊന്നും കഴിച്ചുകൊണ്ട് തൊഴിൽ മേഖലയിൽ നിന്നും പോവാതിരിക്കാനും ചിങ്ങൻ രാശിക്കാർ ഈ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക. കന്നി, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നിക്കൂറുകാർക്ക് കഠിന ദോഷമുള്ള സമയമാണ്. ആരോഗ്യം ഒട്ടും അനുകൂലമല്ല. ശരീരത്തിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഉദര സംബന്ധമായ അസുഖം, അതേപോലെ പ്രതിരോധ ശക്തി കുറവൊക്കെ കന്നിക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ്. എങ്കിലും ചെറിയൊരു ദൈവാധീനം ഉണ്ടാകും, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഇതാണ്. ധനപരമായ കാര്യങ്ങൾക്കൊക്കെ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നിട്ടാണ് നടക്കുകയുള്ളൂ. മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും, ബുദ്ധിയും അനുകൂലമായിരിക്കും. അതുകൊണ്ട് മനസ്സ് ഒരു ശാന്തമായി പിടിച്ചു നിർത്താനായിട്ട് കന്നിക്കൂറുകാർ ശ്രമിച്ചാൽ അതിന് കഴിയും. അങ്ങനെ ആയാൽ പൊതുവെ മറ്റു കാര്യങ്ങളൊക്കെ മേന്മയുള്ളതായിട്ട് മാറ്റാനും കഴിയും. സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളുണ്ടാവും. എടുത്തുചാട്ടവും മുൻകാവും ഒക്കെ കന്നിക്കൂറുകാർ പരമാവധി ഒഴിവാക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. അശ്രദ്ധ മൂലമുള്ള നഷ്ടം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ധനപരമായ കാര്യങ്ങളിൽ പെട്ടെന്ന് ഒരു കാര്യവും സാധിച്ചു കിട്ടില്ല. പതുക്കെ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഈ ദിവസം. ജീവിത പങ്കാളിയിൽ നിന്ന് അത്ര അനുകൂലമായ സ്ഥിതി ഒന്നും ആയിരിക്കില്ല. തൊഴിൽ മേഖലയിലും ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ കന്നിക്കൂറുകാർക്കുണ്ടാകും. പ്രധാനമായിട്ടും കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തടസ്സങ്ങൾ എല്ലാ കാര്യത്തിലും വരുന്ന കുറേ കാലഘട്ടങ്ങളിലേക്കാണ് നിങ്ങളുടെ ശനിമാറ്റം ബാധിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നെങ്കിൽ ജാതകമൊക്കെ പരിശോധിപ്പിച്ച് വേണ്ടതുപോലെ പരിഹാര കർമ്മങ്ങളൊക്കെ നടത്തി ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കന്നിക്കൂറുകാർ. ഈ
ദിവസം ഒട്ടും അനുകൂലമല്ലാത്ത ദിവസം കൂടെയാണ്. കന്യാക്കൂറുകാർക്ക് നാമജപമൊക്കെ നടത്തിയതിന് ശേഷം മാത്രം തൻ്റെ കർമ്മമണ്ഡലങ്ങളിൽ പ്രവേശിക്കാനായിട്ട് കന്യാക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. തുലാം രാശിക്കാർക്ക് പൊതുവെ ശുഭകരമായ ഒരു ദിവസമാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ശനിമാറ്റമൊക്കെ ഒരു ആശ്വാസമാണ്. തുലാം എന്ന് പറഞ്ഞാൽ ചിത്ര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. പൊതുവെ തുലാം രാശിക്കാർക്ക് ഈ ദിവസം എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും. സംശയങ്ങളൊന്നും കൂടാതെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ കഴിയും. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തു തീർക്കാനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യണം എന്ന തോന്നലുണ്ടാവും. ആരോഗ്യവും മേന്മയുള്ളതായിരിക്കും. എന്നാൽ സഹോദര സ്ഥാനീയരെ അത്ര അനുകൂലമായിരിക്കില്ല. ശത്രുദോഷം ഉണ്ടാകുന്ന സമയം തന്നെയാണ്. കടബാധ്യത വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് അനുകൂലമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ തുലാം രാശിക്കാർക്ക് അനുകൂലമായിരിക്കും. വിദ്യാകാര്യങ്ങളിലൊക്കെ നേട്ടമുണ്ടാകും. ധനപരമായി അത്ര മേന്മയുള്ള ദിവസമൊന്നുമല്ല. സാമ്പത്തികമായി ചില നഷ്ടങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. എങ്കിലും പൊതുവെ മൊത്തത്തിൽ നോക്കിയാൽ ദിവസം മേന്മയുള്ള ദിവസമായിരിക്കും. ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നുമൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥത കുറവെല്ലാം ഉണ്ടാകും. തൊഴിൽ മേഖലയിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. തൊഴിൽ മേഖലയിൽ അനുകൂലമായി തീരും. തൊഴിലാളികളായിട്ടുള്ളവർക്കും ഈ തുലാം രാശിക്കാർക്ക് പൊതുവെ ഒരു ഗുണകരമായ ഇതുണ്ടാവും ഈ ദിവസം. ഇനി വൃശ്ചികം. വിശാഖം അവസാന പകുതി ഭാഗം വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വൃശ്ചികക്കൂറുകാർക്ക് ദോഷകരമായ ദിവസം തന്നെയാണ്. ശരീരവും മനസ്സും ഒന്നും അത്ര സുഖമായിരിക്കില്ല. ആരോഗ്യ മേന്മ കുറയും. പൂർവ്വപുണ്യ സുഹൃതങ്ങൾക്കൊക്കെ ക്ഷയം സംഭവിക്കുന്ന കാലഘട്ടം കൂടെയാണ്. പ്രതിരോധ ശക്തി കുറവായിരിക്കും. മനസ്സും ബുദ്ധിയും ഒന്നും വേണ്ട രീതിയിൽ തോന്നില്ല. പിതൃസ്ഥാനീയരൊന്നും അനുകൂലമായിരിക്കില്ല. ആസ്തമ പോലെ അസുഖമുള്ളവർക്കൊക്കെ വൃശ്ചികം രാശിക്കാർക്ക് ദോഷകരമായ ദിവസമായിരിക്കും. അവരെ ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളുണ്ടാവും. കടബാധ്യത ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വൃശ്ചികം രാശിക്കാരെ. അതേപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ വൃശ്ചികം രാശിക്കാരെ ഉപയോഗിക്കാവൂ. ധനപരമായ കാര്യങ്ങളിൽ ചെറിയ നേട്ടമൊക്കെ വൃശ്ചികം രാശിക്കാർക്ക് ഉണ്ടാകും. ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നൊക്കെ ഉള്ളൊരു പിന്തുണ പല കാര്യങ്ങളിലും വൃശ്ചിക രാശിക്കാർക്ക് കിട്ടും. തൊഴിൽ മേഖല അത്ര അനുകൂലമൊന്നുമല്ല. സഹപ്രവർത്തകർ അത്ര മേന്മയുള്ളവരെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. ധനു. മൂലം, പുരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ധനുക്കൂറുകാർക്ക് കഠിനമായ ദോഷമുള്ള സമയമാണ്. ആരോഗ്യം അനുകൂലമല്ല. മനസ്സ് ഉദ്ദേശിച്ച രീതിയിൽ അനുകൂലമായിരിക്കില്ല. മനസ്വസ്ഥത കുറയുന്ന സമയമാണ്. മനസ്വസ്ഥത കുറയുമ്പോൾ തന്നെ ആരോഗ്യം അനുകൂലമായിരിക്കില്ല. ദഹനക്കുറവ് മൂലമുള്ള പ്രശ്നങ്ങൾ, പ്രതിരോധ ശക്തി കുറവ് ഒക്കെ അനുഭവപ്പെടും. ജലദോഷം അങ്ങനെയുള്ള അലർജി സംബന്ധമായ അസുഖങ്ങൾ മൂലം പ്രയാസം അനുഭവപ്പെടും. ഉദര സംബന്ധമായ അസുഖങ്ങളുള്ളവർ, വൃക്കരോഗങ്ങളുള്ളവരൊക്കെ ധനുക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം നന്നായിട്ടുണ്ടാകും. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഒന്ന് ശ്രദ്ധിക്കണം. മറ്റുള്ളവരുമായി അനാവശ്യമായ കലഹങ്ങൾ ഒന്നും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും. കാരണം ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അതുകൊണ്ട് തന്നെ അനുകൂലമാവുകയും ചെയ്യും. എങ്കിലും ചില കാര്യങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ മേന്മയുണ്ടാക്കാനായിട്ട് കഴിയും. ധനപരമായി അത്ര മേന്മയൊന്നുമില്ല. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. മക്കളിൽ നിന്ന് ചില മനപ്രയാസമൊക്കെ ഉണ്ടാവും. തൊഴിൽ മേഖലയും അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷവും തൊഴിൽ മേഖലയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ധനുക്കൂറുകാർ ഒരു കാരണവശാലും തൊഴിൽ മേഖലയിൽ പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
ഇനി മകരക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരക്കൂറുകാരെ സംബന്ധിച്ച് ഏഴരശനിയൊക്കെ മാറും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ മേന്മയൊക്കെ കൂടെ കിട്ടും. അപ്പോൾ മകരക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ഒരു സമയമാണ്. ദൈവാധീനമൊക്കെ ഒരു പരിധി വരെ ഉള്ള സമയമാണ്. ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കും. അതേപോലെ മനസ്സും ബുദ്ധിയുമൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയരുടെയൊക്കെ അനുകൂലാവസ്ഥ ഉണ്ടാവും. കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടാവും. വീട്ടിലുള്ളവരുടെ പിൻബലം എല്ലാ കാര്യത്തിലും കിട്ടും. സഹോദരസ്ഥാനീയർ അനുകൂലമായിരിക്കും. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊന്നും വലിയ കാര്യമായിട്ട് മകരം രാശിക്കാരെ ബാധിക്കില്ല. പക്ഷേ വാക്കുകൾ, അറിയാതെ വീഴുന്ന വാക്കുകൾ ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാനായിട്ട് മകരം രാശിക്കാർ ശ്രദ്ധിക്കണം. വേണ്ട രീതിയിൽ കാര്യങ്ങൾ നടക്കാതെ വരും. ചില തടസ്സങ്ങളൊക്കെ മകരം രാശിക്കാർക്ക് ഉണ്ടാകും. അതുപോലെ ചിലപ്പോൾ ഒരു ഭാഗ്യക്കുറവ് പൊതുവെ അനുഭവപ്പെടുന്ന ഒരു സമയമായിരിക്കും. വേണ്ട സമയത്ത് ലഭിക്കാതെ വരെയൊക്കെ ലഭിക്കും. പക്ഷേ ആ സമയത്ത്, ഉദ്ദേശിച്ച സമയത്ത് ആ കാര്യങ്ങൾ നടന്നുകൊള്ളുന്നില്ല. ഒരു ഭാഗ്യക്കുറവ് അനുഭവിക്കുന്ന ഒരു സമയം കൂടെ ആയിരിക്കും. എങ്കിലും പൊതുവെ നോക്കുമ്പോൾ മകരം രാശിക്കാർക്ക് ശുഭകരം തന്നെ ആയിരിക്കും. കുംഭൻ രാശിക്ക് കഠിനദോഷം തന്നെയാണ്. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മനസ്സും ശരീരവുമൊക്കെ അസ്വസ്ഥമാകുന്ന ദിവസമാണ്. ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം മനസ്സും അതുകൊണ്ട് തന്നെ ശരീരത്തിനും അസ്വസ്ഥയുണ്ടാവും. ഒരു പ്രതിരോധശേഷി കുറവ് എല്ലാ കാര്യത്തിലും അനുഭവപ്പെടും. ഒന്നും ചെയ്യാനുള്ള മനസ്സുണ്ടാവില്ല. എല്ലാം മാറ്റിവെക്കാനൊക്കെ ആയിട്ട് തോന്നും. സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ അനുകൂലമായതുകൊണ്ട് അവരിൽ നിന്നൊക്കെ നല്ല വാക്കുകളും കാര്യങ്ങളൊക്കെ കേൾക്കാൻ കഴിയും. എങ്കിലും ചില കടബാധ്യതകൾ വരിക, മറ്റുള്ളവരുമായി ആവശ്യമില്ലാത്ത കലഹങ്ങൾ വരികയൊക്കെ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകുക, സാമ്പത്തികമായ കാര്യങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നടക്കാതെ വരിക തുടങ്ങിയ കാര്യങ്ങളും കുംഭൻ രാശിക്കാർക്ക് ഉണ്ടാവും. തൊഴിൽ മേഖലയിൽ അത്ര മേന്മയൊന്നുമില്ല. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽ മേഖലയിൽ പോവാതിരിക്കാനായിട്ട് കുംഭൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. ദൈവാധീനം കൂടെ ചെറിയ കുറവ് അനുഭവപ്പെടുന്ന സമയമാണ് കുംഭൻ രാശിക്കാർക്ക്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കുംഭൻ രാശിക്കാരും ജാതകമൊക്കെ പരിശോധിപ്പിച്ച് അവരുടെ ജാതകത്തിൽ ശനിയൊക്കെ എവിടെയാണ് നിൽക്കുന്നതെന്നൊക്കെ നോക്കി ഒക്കെ പരിഹാരങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ചിലപ്പോൾ കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ളൊരു കാലഘട്ടത്തിലേക്ക് ചിലപ്പോൾ വരാം. അപ്പോൾ ജാതകം വലിയ അനുകൂലമാണെങ്കിൽ അങ്ങനെ വന്നോളുന്നില്ല. അപ്പോൾ ജാതകം അനുകൂലമല്ലെങ്കിൽ അതുകൊണ്ട് ജാതകമൊക്കെ ഒന്ന് പരിശോധിപ്പിച്ചതും വേണ്ട പരിഹാരങ്ങളൊക്കെ കുംഭൻ രാശിക്കാർ ചെയ്യുന്നത് പൊതുവെ ഉള്ളത് നന്നായിരിക്കും. തൊഴിൽ മേഖലയൊന്നും അത്ര മേന്മയുള്ളതല്ല അവർക്ക് എന്നുള്ളത് കൊണ്ട്. ഇനി മീനം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ല. മനസ്സിന് ഒരു പൊതുവെ സ്വസ്ഥയും സമാധാനവുമൊക്കെ ഈ ദിവസം തോന്നും. ബുദ്ധിപൂർവമായി കാര്യങ്ങൾ നീക്കാമെന്നുള്ളത് കൊണ്ട് പല കാര്യങ്ങളും വരേണ്ടതുപോലെ ബുദ്ധിമുട്ടായിട്ട് വരില്ല. ചില പ്രയാസങ്ങളൊക്കെ ബുദ്ധിപൂർവമായ നീക്കത്തിലൂടെ പരിഹരിക്കാനായിട്ട് കഴിയും. എങ്കിലും ആത്മവിശ്വാസക്കുറവ്, എല്ലാത്തിനോടും ഒരു സംശയത്തോടെയുള്ള നീക്കം, കാര്യങ്ങളും പുറ്റത്തേക്ക് മാറ്റിവെക്കുക, വേണ്ട സമയത്ത് ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. പിതൃസ്ഥാനീയർ അത്ര അനുകൂലമല്ല. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ കാര്യമായിട്ടുണ്ടാവും. കടബാധ്യത വരും. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യമില്ലാതെ മറ്റുള്ളവരുമായി കലഹം ഉണ്ടാക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. മാറിപ്പോവുക, അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമൊന്നുമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഫരോഗങ്ങളുള്ളവരെ ശ്രദ്ധിക്കുക. അതേപോലെ നേത്ര രോഗങ്ങളുള്ളവരും ശ്രദ്ധിക്കണം. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കും. ശത്രുക്കൾ മൂലമുള്ള ദോഷം തൊഴിൽ മേഖലയിൽ ബാധിക്കുന്ന ഒരു ദിവസമാണ്. അതേപോലെ ശനിയുടെ മാറ്റം മീനൻ രാശിക്കാർക്ക് ജന്മശനിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. വാതസംബന്ധമായ അസുഖമൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. ചികിത്സയിലൊന്നും മുടക്ക് വരാതിരിക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. ഒരു ജാതകമൊക്കെ പരിശോധിപ്പിച്ചിട്ട് അവരുടെ ജാതകത്തിൽ രോഗത്തിന് കാരണമാകുന്ന സ്ഥിതിയാണെന്ന് തോന്നുകയാണെങ്കിൽ
എന്തെങ്കിലും പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ ജാതകം പരിശോധിപ്പിച്ച് ചെയ്യുക. ഇവിടെ ഇത് ചാരഫലമാണ്. ഈ ചാരഫലങ്ങൾക്ക് പരിഹാരം നാമജപം തന്നെയാണ്. വലിയ കഠിനമായൊന്നും വേണ്ട, ദൈവാധീനം ഉണ്ടാക്കിയെടുത്താൽ നാമം ജപിച്ചാൽ മതി. പക്ഷേ ജാതകഫലമായിട്ട് മറ്റെന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ കഴിയില്ല. അത് പരിശോധിച്ചാൽ മാത്രമേ നമുക്കറിയാൻ കഴിയൂ. അതുകൊണ്ടാണ് കൂടുതൽ പരിഹാര കർമ്മങ്ങളിലേക്ക് കടക്കാത്തത്. എപ്പോഴും കലിയുഗമാണ്. കലിയുഗത്തിൽ ഏറ്റവും വലിയ പരിഹാരം നാമജപം തന്നെയാണ്. അത് കഴിഞ്ഞിട്ടേ മറ്റു പരിഹാരങ്ങളൊക്കെ ഉള്ളൂ. മറ്റു പരിഹാരങ്ങളൊക്കെ ചെയ്താലും നാമം ജപിക്കണം, എങ്കിലാണ് അത് പൂർണ്ണതയിലെത്തുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തൊഴിൽ മേഖലയൊന്നും മീനൻ രാശിക്കാർക്ക് അനുകൂലമല്ല. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ആരോഗ്യ കാര്യങ്ങളിലൊക്കെ കുറച്ച് ശ്രദ്ധ ഈ ദിവസം കൊടുക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.